അകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാഭാരതവുമായി ഏറെ ബന്ധമുള്ള ഒരു ഭൂമിയിലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിന് മഹാഭാരതവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഇന്നേ ദിവസം നമ്മൾ എത്തിയിട്ടുള്ളത് പേരഞ്ചത്ത് ശിവക്ഷേത്രത്തിലാണ്. മഹാദേവൻ്റെ സ്വയംഭൂലിംഗം കൊണ്ട് ചൈതന്യവത്തായിട്ടുള്ള ഈ ഭൂമിയുടെ കഥകളിലേക്ക്, മഹാദേവൻ്റെ ഈ സർപ്പനാഗ പ്രതിഷ്ഠയോടുകൂടി ധ്യാനാവസ്ഥയിലിരിക്കുന്ന ഈ ശിവക്കാവിൻ്റെ കഥയിലേക്ക് ഇന്ന് അകം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. മഹാഭാരത കാലത്ത് വനവാസത്തിന് പോയ പാണ്ഡവർ അവർ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചിരുന്നു എന്നാണ് സങ്കല്പം. ഈ ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിലായി ഒഴുകുന്നത് കുന്തിദേവിയുടെ പേരിലുള്ള കുന്തിപ്പുഴയാണ്. ഒരിക്കൽ പഞ്ചപാണ്ഡവർ ഈ വനഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മാതാവായിട്ടുള്ള കുന്തി 5 പേരോടും ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് കാണാനും താല്പര്യപ്പെടാനായി അമ്മ അവരോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് 5 പേരും ഒരുമിച്ച് നിന്ന സ്ഥലമായതുകൊണ്ട് പേരഞ്ചത്ത് എന്നുള്ള ഭാവം വന്നു എന്നാണ് കഥ. ഇവിടെ മഹാദേവൻ്റെ മനോഹരമായിട്ടൊരു ക്ഷേത്രമുണ്ട്. ഇന്ന് ഈ ക്ഷേത്രം ഒരു കാവ് സങ്കല്പത്തിൽ പൂർണ്ണമായും മാറിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. ഇവിടെ വളരെ ശാന്തമായിട്ട് ഭഗവാന്റെ പഞ്ചാക്ഷരം മാത്രം മുഴങ്ങുന്ന തരത്തിലുള്ള പ്രകൃതി പോലും ധ്യാനിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് വന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അവൻ്റെ മനസ്സിൽ ശിവനെ അനുഭവിക്കാനും മഹാദേവനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനും ഈ ക്ഷേത്രം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഐരാഴി കോലകം തമ്പുരാൻ ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ ആൾക്കാർ ബിംബാദികളുണ്ടാവും. അവരെ ഏൽപ്പിച്ചതാണ് ക്ഷേത്രത്തിന് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. എൻ്റെ അച്ഛനാണ് കൊണ്ടുവന്നിരുന്നത്, ശങ്കരവാര്യർ. ഒരു ശാന്തി ഇപ്പോഴും നടക്കുന്നുണ്ട്. അവരുടെ ആൾക്കാരാണ് ഐരാഴി, കടന്നമണ്ണ, മങ്കട, ഇങ്ങനെ 3 കോവിലക്കാരാണ് ഒരു താഴെയായിട്ട് വരുന്നത്. പേരഞ്ചത്ത് മഹാദേവ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ശിവലിംഗ ഭാവത്തിലുള്ളതാണ്. ഇതാരാണ് പ്രതിഷ്ഠ നടത്തിയതെന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അത്രയധികം ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ളത്. ഭഗവാൻ ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ ഒരു ഭാഗം വലിയൊരു പാറക്കല്ല് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കൈലാസത്തിൽ ഇരിക്കുന്ന മഹാദേവൻ്റെ ഒരു ധ്യാനാവസ്ഥയാണ് പേരഞ്ചത്തെത്തുന്ന ഓരോ ഭക്തനും അനുഭവിക്കാൻ സാധിക്കുന്നത്. മഹാദേവൻ്റെ സ്ഥാനം നമ്മളുടെയൊക്കെ തന്നെ പിതാവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ പിതൃകർമ്മങ്ങൾക്ക് ഈ ക്ഷേത്ര സങ്കേതം ഏറെ കേൾവി കേട്ടതാണ്. എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ വാവ് ദിവസം ഇവിടെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് അവരുടെ പിതൃക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാനായിട്ട് ഒഴുകിയെത്തുന്നത്. ഈ കുന്തിപ്പുഴയുടെ തീരത്തിരുന്നുകൊണ്ട് ഈ പേരഞ്ചത്ത് മഹാദേവനെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരു പിടി ബലിച്ചോറ് നമ്മളുടെ പിതൃക്കൾക്ക് നമ്മൾ നൽകുന്ന സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മളുടെ ഒക്കെ തന്നെ പിതാവായിട്ടുള്ള ഈ മഹാദേവൻ തന്നെയായിരിക്കും. പിന്നെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഇതാണ്. വിലക്കല്ലുകളും ഇതും എല്ലാം അടങ്ങിയ ഒരു മഹാക്ഷേത്രം തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണൊക്കെ നമുക്ക് കേൾവി അങ്ങനെയാണ്. അതിൻ്റെ ആ പണി ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ഇത് തരുന്നതാണ്. ഉരുണ്ട നല്ല കൊത്തുപണികളുള്ള ഗണപതി ഭഗവാൻ. നന്ദികേശനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ പണികളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിർവഹിക്കാൻ കഴിയില്ല. അത്രയും ഒരു ഇതാണ്. മഹാദേവൻ എവിടെയുണ്ടോ അവിടെ ശ്രീപാർവതി ദേവി ഉണ്ട് എന്നാണ്. ഏറ്റവും പരമ ആത്മാവായിട്ടുള്ള മഹാദേവൻ സാന്നിധ്യം ചെയ്യുന്ന ഈ ഭൂമിയിൽ ഈ പ്രകൃതി മുഴുവൻ ഭഗവതിയായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരും ആ ശ്രീപാർവതി ദേവിയുടെയും മഹാദേവൻ്റെയും തിരുമുമ്പിൽ ഒരു കണ്ണീർ ഇറ്റ് വീഴ്ത്തിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്നത്. അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും എല്ലാ പരിഭവങ്ങളും നമ്മളുടെയൊക്കെ മാതാപിതാക്കളായിട്ടുള്ള ഈ ഭഗവാന്മാർ, ഈ പാർവതി പരമേശ്വരന്മാർ മാറ്റിക്കൊടുക്കുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പേരഞ്ചത്ത് ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അകത്തിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്തേ.